ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ വർക്കിന് വന്നിട്ടുണ്ട് ആസ് യൂഷ്വൽ. പക്ഷേ ഇന്ന് രാവിലെ നൈസ് ഒരു പണി കിട്ടി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ റൂമിലുള്ളവർക്ക് വീക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ അവർ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ഞാനും നൈസായിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് ലേറ്റായി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ഡ്യൂട്ടി പെനാൽറ്റി അടിച്ചു. പിന്നെ മെയിൻ പണി കിട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള സിട്രോൺ എല്ലാം തീർന്നു ഗൈസ്. ചാർജുള്ള സിട്രോണൊക്കെ ആരൊക്കെയോ എടുത്തിട്ട് പോയിട്ട് ചാർജുള്ള സിട്രോണും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് നൈസായിട്ട് ഈ ഒരു MG എടുത്തു കേട്ടോ. ഈ ഒരു MGയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഗൈസ് ഇതായിട്ടോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഒരു MG കാർ. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു MG കാർ കേട്ടോ. സംഭവം ഇവിടെ കുറേ ടാറ്റയുടെ ഒക്കെ വണ്ടി കണ്ടില്ലേ ഗൈസ്. ഈ വണ്ടിയൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ മെയിൻലി ഫ്രഷേഴ്സിനാണ് കൊടുത്തു വിടൽ. ഞാനും ഇടയ്ക്ക് എടുക്കലുണ്ട് വല്ലപ്പോഴും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ MG കാറും കാര്യങ്ങളൊക്കെ. ഇത് കിട്ടിയപ്പോൾ അത്യാവശ്യം ഗൈസ് ഈ വണ്ടിക്ക് ഒരു പണിയുണ്ട് ഗൈസ്. ഇതാരോ കൊണ്ട് തട്ടിച്ചിട്ടുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ സെക്യൂരിറ്റി വന്നിട്ട് നമുക്കിട്ട് പണി കിട്ടും ഗൈസ്. ലൈറ്റ് ഓഫ് ആയല്ലോ. ഗൈസ് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും MG കാർ എടുത്തിട്ട് ഇന്ന് പണി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ എത്തിയില്ല. MG കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ എത്തണം ഗൈസ്. ഇതിൽ നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ട് ലാഭം ഉണ്ടാക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ലേറ്റായി. എനിക്ക് 4 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും. അപ്പോൾ ഇത് വെച്ച് എടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. നേരത്തെ വന്നായിരുന്നെങ്കിൽ ഇതിൽ സെറ്റായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ഈ സിട്രോൺ കിട്ടിയില്ല. അത് കാരണം ഞാൻ പിന്നെ ഇതെടുത്തത്. നമ്മുടെ ഹബ് ഇൻചാർജ് കേട്ടോ. ബ്രോ യുവർ നെയിം? ವಸಂತ್ ಕುಮಾರ್. ಇಲ್ಲೇ ಬ್ಲೂ ಸ್ಮಾರ್ಟ್ ಎಷ್ಟು ವರ್ಷ ಕೆಲಸ ಮಾಡಿದ್ನು? ನಾನು ಇಲ್ಲಿ ಬ್ಲೂ ಸ್ಮಾರ್ಟ್ ಅಲ್ಲಿ 7 ಮಂತ್ಸ್ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀನಿ. 7 ಮಂತ್ ಮುಂದೆ ORR ಹಬ್ಬಿല് ಮುಂದೆ ಊಡಿ ಹಬ್ಬಲ್ಲಿ. ഊട്ടി ഹബ്ബില് പൊളി നൈസ് ഗൈസ്. ഈ പുള്ളി കേട്ടോ നമുക്ക് രാവിലെ MG കാർ എപ്പോഴും എടുത്തു തരുന്നു. ഇഷ്ടമുള്ള കാർ എടുത്തു തരും. ഓക്കെ ബ്രോ. ಓಕೆ ಬ್ರೋ. നാളെ ഈവനിങ് ಟುಡೇ ನೈಟ್ ഷിഫ്റ്റ്. ഓക്കെ ഡൺ. ಡನ್. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നൈസായിട്ട് പുറത്ത് പോകും കേട്ടോ. സംഭവം ഇവിടെ കുറേ നേരം നിന്നിട്ട് ഓട്ടോ ഒന്നും വരുന്നില്ല ഗേസ്. അപ്പോൾ നമുക്കിനി പുറത്ത് പോയി കുറച്ച് നേരം കറങ്ങാൻ ഓർത്തു. ഇന്നാണെങ്കിൽ എനിക്കൊരു 2 റീൽസ് എടുക്കണം ഗേസ്. MGയുടെ സാധാരണ ഞാൻ എപ്പോഴും MG എടുക്കുമ്പോൾ റീൽസ് എടുക്കാൻ പറഞ്ഞു. സിട്രോണിൻ്റെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പോൾ ആണെങ്കിൽ ഇവിടെ സ്ഥിരം MG ഓടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു MGയുടെ റീൽസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പിടയ്ക്കാം. നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ എന്താണെങ്കിലും പുറത്തോട്ട് പോട്ടെ ഗേസ്. ഇത് നമുക്ക് പുതിയ യൂണിഫോം ഒക്കെ എത്തുന്നു കേട്ടോ അവർ ഗേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഇന്ന് വണ്ടി എടുത്തിട്ട് കുറേ നേരം അവിടെ നമ്മൾ ഓട്ടോ ഉണ്ടോ നോക്കി ഇപ്പോൾ നമ്മൾ MG റോഡ് ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് രാവിലെ മറ്റേ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഗേസ്. എവിടെ നോക്കിയാലും ഫുള്ള് ഫോട്ടോഷൂട്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. കുറേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല എസ്തെറ്റിക് വൈബ് കിട്ടും ഗേസ്. സംഭവം ഞാൻ എന്താണെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഗേസ്. ഇതാട്ടോ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. സംഭവം കാണുമ്പോൾ നല്ല രസമില്ല. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോഷൂട്ട് കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ചേട്ടാ പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഗേസ്. ഇവിടെ നമ്മൾ വണ്ടി ഇങ്ങനെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഗേസ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന നല്ല ഫ്രെയിമില്ലേ. അതേപോലെ നമുക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഫ്രെയിമുകളുണ്ട്. ഇതുണ്ടല്ലേ, കൊള്ളല്ലോ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അതേപോലെ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഇത് നമുക്ക് സേവ് ദി ഡേറ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അത് കാരണം രാവിലെ ഇവിടെ വരുമ്പോൾ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് ഗേസ് സംഭവം. നമ്മളിവിടെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ചർച്ച് സ്ട്രീറ്റിലെ പുതിയതായിട്ട് വരുന്ന എന്തോ ഒരു സംഭവം കേട്ടോ. സംഭവം കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. എന്താണെന്ന് അറിഞ്ഞൂടെ ഗേസ്. അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ സ്പോർട്സ് ബാർ. എന്തായിരിക്കും ഗേസ് സംഭവം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനെ ഇതെടുത്തുകൊണ്ട് നിൽക്കില്ല. നൈസ് ഒരു പണി കിട്ടി ഗേസ്. നൈസ് ഒരു പണി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് വന്നതാണെങ്കിൽ ലോക്കൽ വൈറ്റ് ഫീൽഡിന്. നമ്മളാണെങ്കിൽ ഇപ്പോൾ അവിടുന്ന് വന്നത് വൈറ്റ് ഫീൽഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എയർപോർട്ട് കിട്ടാൻ വേണ്ടി വന്നതാ ഗേസ്. പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വൈറ്റ് ഫീൽഡിന് തന്നെ കിട്ടി. മര്യാദയ്ക്ക് വൈറ്റ് ഫീൽഡ് വല്ലതും നിന്നാൽ മതിയായിരുന്നു. ഇപ്പം നൈസായിട്ട് നമുക്ക് വീട്ടിൽ എയർപോർട്ട് കിട്ടിയതിനായിരിക്കും ചിലപ്പം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്താണെങ്കിലും വണ്ടി എടുത്തിട്ട് പോകാം ഗേസ്. 10 മണിക്ക് ആ പാസഞ്ചറെ പിക്ക് ചെയ്യേണ്ടത്. ഇവിടെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഓട്ടം. അപ്പം നമുക്ക് എന്താണെങ്കിലും ഗേസ്. ഈ വണ്ടിക്ക് പിന്നെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ഈ വണ്ടിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ TPMS സെൻസർ വർക്കല്ല ഒരു ടയറിൻ്റെ. അപ്പം നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് വണ്ടി സർവീസ് ചെയ്യുമോ ടയർ സർവീസ് ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുണ്ടല്ലേ, ഒരു ടയറിൻ്റെ ബാക്കിലത്തെ TPMS സെൻസർ വർക്കല്ല. അതെനിക്കൊന്ന് സ്റ്റെപ്പിനിയാണെന്ന്. സ്റ്റെപ്പിനിക്ക് സെൻസർ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണെങ്കിലും ഇച്ചിരി മുന്നിലോട്ട് ഇവിടുത്തെ ബാക്കിയും കൂടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗേസ്. ഇവിടെ നമുക്ക് ചർച്ച് സ്ട്രീറ്റ് ഫോണിരുന്നല്ല അവിടെ കിടക്കുക ഗേസ്. ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ പാരഗണ്ട റെസ്റ്റോറൻറ്റും അതേപോലെ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷെഫ് പിള്ളേ എന്ന് പറയുന്ന കേരള റെസ്റ്റോറൻറ്റ്, അങ്ങനെ 2-3 ഉണ്ട് ഗേസ്. ഇവിടെയൊക്കെ നമുക്ക് കുറേ ബാറും പബ്ബും ഒക്കെ കേട്ടോ. ഇവിടെ രാത്രിയിലായിരിക്കും വരുമ്പോൾ ഒരു The tires on the left rear tire are abnormal. Do you want to check at the service center? കേട്ടില്ലേ ഗൈസ്. ബാക്കിലത്തെ ഒരു ടയർ അബ്നോർമൽ ആണ്. സർവീസ് സെൻറ്ററിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഇവിടെ സർവീസ് സെൻറ്ററിൽ ചെക്ക് ചെയ്യാനാ. സ്റ്റെപ്പിനി ഇല്ല അത്ര തന്നെ. ഗൈസ് പിന്നെ കൊള്ളുന്നില്ലല്ലോ ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് ഫുള്ള് പബ്ബും ബാറും കേട്ടോ. ഈ സംഭവം ഗൈസ് ഇവിടെ ഒരു മാലാഗ ബാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. മാലാഗയല്ല, എന്തോ ഒരു സംഭവം. ഇതുണ്ടല്ലേ,
ഈ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ നൈസായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ പകൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും രാവിലെ ഇല്ല. പക്ഷേ ഇവിടെ രാത്രിയിൽ വരുവാണെങ്കിൽ നല്ല രസമാണ് ഗൈസ്. ലൈറ്റൊക്കെ കത്തിയിട്ട് ഫുള്ളൊരു നല്ല രസമാണ്. ഞാനിടയ്ക്ക് വൈകിട്ട് നമ്മളൊക്കെ ബാംഗ്ലൂരുള്ളവരൊക്കെ ഇവിടെയാണ് കറങ്ങാൻ വരുന്നത് ഗൈസ്. പിന്നെ നിങ്ങൾ ബാംഗ്ലൂർ മലയാളിയായി ഇവിടെ എപ്പോഴും വന്ന് കറങ്ങി മടുത്തെങ്കിൽ നിങ്ങൾ ഇന്ദിരാനഗർ പോകുക കേട്ടോ. ഇന്ദിരാനഗർ അടിപൊളിയാണ് ഗൈസ്. അത് ഇതിലും കുറച്ചും കൂടെ എസ്തറ്റിക്കാണ്, കുറച്ചുകൂടെ പ്രീമിയം. പക്ഷേ ഇതുപോലെ നടക്കാൻ ഒരു സ്ട്രീറ്റില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ അധികം തിരക്കൊന്നും ഗൈസ്. ഞാൻ പറഞ്ഞ പാരഗൺ ദാദാ കേട്ടോ, നമ്മുടെ പാരഗൺ റെസ്റ്റോറൻറ്റ് 350 രൂപ കേട്ടോ ഒരു ബിരിയാണിക്ക്. പിന്നെ പപ്പടം എക്സ്ട്രാ ആണെങ്കിൽ 15 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സംഭവം കാണിച്ചു തരാം. അവിടെയാണ് നമ്മുടെ പാരഗൺ. അതിൻ്റെ അകത്തുള്ളൊരു ജിമ്മട്ടൻ കാച്ചി ഫാനുണ്ട് കേട്ടോ, ഹെലികോപ്റ്റർ കണക്കിരിക്കുക ഗൈസ്. ഇതാ കേട്ടോ നമ്മുടെ പാരഗൺ റെസ്റ്റോറൻറ്റ്. അവിടെ അതിൻ്റെ മുകളിലാണ്. ഇത് ഇച്ചിരി റെൻറ്റ് ഇവിടെ നമ്മുടെ എംപയർ ഉണ്ട്, പാരഗൺ ഉണ്ട്. അപ്പം ഞാൻ എന്താണെങ്കിലും ലൊക്കേഷൻ ആക്കട്ടെ ഗൈസ്. ലൊക്കേഷൻ വരൂ. ഇതെന്തുകൊണ്ടാരോ ഗൈസ് പണി പൊളിയല്ലോ. ഗൈസ് നമുക്ക് പുതിയൊരു ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫോണിൻ്റെ പുറകിലൊരു നൈസ് കഥയുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമ്മൾ മേടിച്ച ഫോണല്ല, നമുക്ക് നൈസായിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഗൈസ്. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ വെയിൽ കേട്ടോ. പാസഞ്ചറെ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഗൈസ്. നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്യുന്നത് അശോക് നഗറിൽ നിന്നാണ് ഗൈസ്. അശോക് നഗറിലാണ് MG റോഡിൻ്റെ ഹെഡ് ഓഫീസ്. ഇനി ഇതിൻ്റെ മെയിൻ ആൾക്കാരെ വല്ലതും ആയിരിക്കും എന്തോ സംഭവം അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഗൈസ് പണ്ടാണ് ഗൈസ്. ഈ MG എടുത്തു കഴിഞ്ഞുള്ളൊരു പ്രശ്നം ഇതാ. നമ്മൾ കുറേ നാൾ സിട്രോണും ടാറ്റയൊക്കെ ഓടിച്ച് ശീലിച്ചിട്ടേ അവിടെ അതിൻ്റെ ഈ റൈറ്റ് സൈഡിലല്ലേ വരിക ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. ഇത് ലെഫ്റ്റ് സൈഡിലാണ് ഗൈസ്. അത് കാരണം നമുക്ക് ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വൈപ്പർ കയറി വരും. ഇതൊന്ന് അടിച്ച് ക്ലീൻ ചെയ്തേക്കാം. ഗൈസ് നമ്മളപ്പോൾ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ വെയിലാണ് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സംഭവം നമ്മൾ നിങ്ങളുടെ കമൻറ്റ് കേട്ടിട്ട് അതിനനുസരിച്ച് വീഡിയോ ചെയ്താണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ഗൈസ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് ഇല്ലേ, ഇതിൽ നിന്ന് കുറച്ചും കൂടെ വൈഡാക്കിയിട്ട് ഫുള്ള് വൈഡാക്കിയിട്ട് അത് ഗോപ്രോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ വൈഡായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഗോപ്രോയിലല്ല എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് പറഞ്ഞു തന്നത് നമ്മുടെ കൊച്ചിയിൽ ഊബർ ഓടിക്കുന്ന കൊച്ചി റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു മച്ചാനുണ്ട് ഗൈസ്. പുള്ളിയാണ് ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഗോപ്രോ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗോപ്രോ മേടിക്കാം ഗൈസ്. പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷില്ല. നമുക്കപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് സേവ് ചെയ്യാം. അപ്പം ഇപ്പം എടുക്കുന്ന ഈ ഒരു സെറ്റപ്പിൽ നിന്ന് കുറച്ചും കൂടെ ഇത് ഫുള്ള് നമുക്ക് എൻ്റെ കാലിൻ്റെ ഇവിടെ വരെ വൈഡായിരിക്കും. ഇതിപ്പോൾ ഒത്തിരി വൈഡല്ല. ഇപ്പം എല്ലാം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഗോപ്രോ വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അയ്യോ ഗൈസ്. അപ്പം നമ്മൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു മിനിറ്റ് പോലും ഇല്ല കേട്ടോ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ ഗൈസ്. പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചർ നമുക്ക് ബുക്ക് ചെയ്തേക്കുന്നത് 10 മണിക്കാണ്. നമ്മൾ 9 മണിക്ക് അകത്ത് പാസഞ്ചറെ പിക്ക് ചെയ്യാൻ അവിടെ എത്തും. 9 മണിക്ക് അകത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവിടെ പോയി കഴിച്ച് ചില്ലായിട്ടിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരു വലിയ പ്രശ്നമാണ് ഗൈസ്. സ്റ്റോറേജ് ഇല്ല ഫോണിന്. വീഡിയോ ഒത്തിരി നേരം എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓഫാകും. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ വലിയ സ്റ്റോറേജ് കൂടി ഫോൺ മേടിക്കുക. എനിക്കതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്രാവശ്യം ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ടിട്ട്. അപ്പം നമ്മളിപ്പം അശോക് നഗർ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അശോക് നഗർ എവിടെയാണ് ഗൈസ് ഇത്? ഗൈസ് ഞാൻ എന്താണെങ്കിലും വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ. ശരി എന്നാൽ അപ്പം നമുക്കിനി എന്താണെങ്കിലും അവിടെ എത്തിയിട്ടും കാണാം. നമ്മുടെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് റൈഡ് നമ്മൾ പാസഞ്ചർ MG റോഡ് ഒരു കിട്ട് കപ്പാ20 കേട്ടോ എടുത്തത്. സംഭവം അവിടെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കാൻ വന്നത് ഫുള്ള് ബെൻസിൻ്റെ S ക്ലാസ്. നമ്മുടെ അവിടെ MG കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ MG പാവപ്പെട്ടതായി പോയി കേസ്. അവിടെ ഫുൾ അംബാനി വൈബായിരുന്നു. ഫുള്ള് സെക്യൂരിറ്റി ബോഡി ഗാർഡ്. അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല, ലീഡ് കിട്ടുമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ റൈഡ് ഒരു 50 മിനിറ്റ് കൊണ്ട് എത്തി കേട്ടോ. 13 കിലോമീറ്റർ 50 മിനിറ്റിന് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഗൈസ്. സംഭവം ഒരു 700 രൂപയാണ് എൻ്റെ പ്രതീക്ഷ. MG എടുത്തിട്ട് 700 എങ്കിലും കിട്ടണം. 13 കിലോമീറ്റർ ഓടിയതല്ലേ, എത്ര കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് എത്ര കിട്ടി വരും? ഗൈസ് 700 സംതിങ്. ഓക്കെ ഗൈസ് നമുക്ക് അടുത്ത റൈഡ് അസൈൻ ആയിട്ടിരിപ്പുണ്ട്. എങ്ങോട്ടത്തേക്കാണെന്ന് അറിയത്തില്ല. എയർപോർട്ടാണെങ്കിൽ സെറ്റ് ചെയ്ത് എയർപോർട്ടായിരിക്കണേ. എയർപോർട്ടായാൽ മതിയായിരുന്നു. ചാർജ് എത്ര ഉണ്ട്
ഇത് ചാർജ് എവിടെയാണ് കാണിക്കുന്നത്? 87 ഉണ്ടെങ്കിൽ നമുക്കൊരു 85 കൊടുക്കാം അല്ലേ? അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. 85. ഓ ഗൈസ്, പണിപാളി ഗൈസ്, പണിപാളി. ലോക്കൽ തന്നെ വീണ്ടും വന്ന്. ഇന്ന് ലോക്കൽ ഓടി മുടിയുമല്ലോ. എവിടേക്കാന്ന് നോക്കട്ടെ ഗൈസ്. ഹുഡി ഇവിടെ അടുത്തല്ലേ, നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരെ പോകണം. എന്നിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വരണം. എന്തൊരു കഷ്ടമാണ്. 4 കിലോമീറ്റർ പിക്കപ്പ്. 11 അവർ എത്ര മണിക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് നോക്കട്ടെ? 12 മണിക്ക്. നമ്മളവിടെ എത്തുന്നത് എവിടെ? നമ്മളവിടെ 11:15 എത്തും കേട്ടോ. അവിടെ എത്തിയിട്ട് പിന്നെയും കുറേ സമയമുണ്ടല്ലോ. എന്താണെങ്കിലും അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗീസ്. അടുത്ത ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് ടൈം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് പോകുന്ന ഓർത്ത് ഗീസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലോട്ടോ നമ്മുടെ വണ്ടി പാർക്കാക്കിയതാണ് ഗീസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കിടിലൻ സാധനം ഗീസ്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. സംഭവം എന്നാണേലും കാണാൻ നൈസായിട്ടുണ്ട്. താജ്മഹൽ പോലെ ഉണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നൊന്നും എടുക്കല്ലേ ഗീസ്. നമ്മൾ വണ്ടി ഇതാ അവിടെ ആട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. ഈ മെട്രോയുടെ അടിയിലതാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തിട്ട് പാസഞ്ചറെ എടുക്കേണ്ടത് ഇവിടെ. അമ്മേ ഇത് കൊല്ലുമോ? പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. നമ്മൾ പാസഞ്ചർ ടവർ 21 ഇവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം നോക്കിയ കേസ് ഇവിടെ ഇത്രയും വണ്ടികൾ കിടക്കുന്നുണ്ടോ. ഇത്രയും വണ്ടികളുടെ ഇടയിൽ നോക്കിയാൽ നമ്മുടെ വണ്ടി ഏതാ ലുക്ക്, അന്തസാഹ. ഇതൊക്കെ ഇനി തിരിച്ചിട്ടേക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. സംഭവം അവിടെ എന്താണെങ്കിലും സ്റ്റൈലായിട്ട് കിടപ്പുണ്ട്. നമ്മൾ AC ഒക്കെ ഇട്ടിട്ട് ചില്ലാക്കിയിരിക്കും കേട്ടോ. പാസഞ്ചർ കയറുമ്പോഴത്തേക്ക് സെറ്റാവട്ടെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ പാസഞ്ചറെ എടുത്തിട്ട് പോവാണ് ഗീസ്. ഓക്കെ ഗീസ്, അങ്ങനെ അപ്പോൾ നമ്മുടെ ആ ട്രിപ്പ് എൻ്റെ ആയിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പ് നമ്മളിവിടെ കാടുബേസനഹള്ളിയിലൊരു IT പാർക്കിലായിരുന്നു കേട്ടോ മേടത്ത് വിട്ടത്. സംഭവം ഒരു 6 കിലോമീറ്റർ എന്തോ ആയിരുന്നു ഗീസ്. 6 കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 415 രൂപ കേട്ടോ. ഇന്ന് നമുക്ക് ടോട്ടൽ എത്ര രൂപ എന്നൊക്കെ. അടുത്ത ട്രിപ്പ് വന്നിട്ടില്ല ഗീസ്. അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ സമയം 12:48 ആയിട്ടുണ്ട് കേട്ടോ. സംഭവം വീക്കിലി പേ ഔട്ടേ വീക്കിലി പേ ഔട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് 1200 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് കണ്ടില്ലേ ഗൈസ്, ഇന്ന് രാവിലെ നമ്മൾ ലേറ്റായിട്ട് വന്നത് കാരണം പെനാൽറ്റി കിട്ടിയതാണ്. ലേറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് പെനാൽറ്റി എന്നും പറഞ്ഞ്. പിന്നെ നമ്മുടെ ഇന്നത്തെ സർവീസ് എക്സലൻസ് ബോണസ് ഉണ്ട് 150 രൂപ. ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതും കിട്ടൂല. അങ്ങനെ 300 രൂപ അടുപ്പിച്ച് നമുക്ക് എന്താണെങ്കിലും ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സൈഡായിട്ട് റെസ്റ്റ് എടുക്കാം ഗൈസ്. ഓ ഗൈസ് അപ്പോൾ അങ്ങനെ നമുക്ക് സിറ്റിയിലധികം ട്രിപ്പൊന്നും ഇല്ലഞ്ഞിട്ടാണ് തോന്നുന്നത്. നമുക്ക് എയർപോർട്ടിലേക്ക് റീബാലൻസിങ് റൈഡ് വന്നിട്ടുണ്ട് കേട്ടോ. റീബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രിപ്പൊന്നും ഇല്ലെങ്കിൽ ട്രിപ്പുള്ളിടത്തേക്ക് അവർ വിളിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് എയർപോർട്ടിലേക്ക് അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്താണെങ്കിൽ എയർപോർട്ടിലേക്ക് ഓൺ ദ വേയിലായി. ഇതിപ്പം ബാക്ക് സൈഡ് റോഡാണ് കേട്ടോ എയർപോർട്ടിൽ വന്നേ. ഇവിടെ നമുക്ക് 60 കിലോമീറ്ററിലേ പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി 60-ലാക്കിയിട്ട് ജസ്റ്റ് ക്രൂയിസ് കൺട്രോളർ ഓൺ ആക്കി ഇട്ടേക്കാം. ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് 60 അങ്ങനെ പൊക്കോളും കേസ്. ഈ റോഡിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല റോഡാണ്. ഇത് പെട്ടെന്ന് ഹൈവേ നല്ല 4 വരി വന്നിട്ട് പെട്ടെന്ന് നാരോ റോഡ് ചെറിയതായിപ്പോകും കേസ്. അത് അത്യാവശ്യം നല്ല അപകടമാണ്. രാത്രിയിലൊക്കെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് നൈസ് മൂഡിൽ വരുവാണെങ്കിൽ, രാത്രി ഞാൻ ഈ വഴി വരത്തില്ല മാക്സിമം. ഈ വഴി വന്നു കഴിഞ്ഞുള്ളൊരു പ്രശ്നം, രാത്രി നമ്മൾ കാണത്തില്ല. ഹൈവേ റോഡ് നേരെ വന്നിട്ട് പെട്ടെന്ന് ചെറിയ റോഡാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഓപ്പോസിറ്റ് വരുമ്പോൾ നല്ല അപകടം ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നൈസായിട്ട് നല്ല റോഡല്ലേ. ഈ സ്ഥലം എങ്ങനെയുണ്ട് കേസ്? അത്യാവശ്യം ഒരു ചെറിയ ഗ്രാമം പോലത്തെ സ്ഥലം കേട്ടോ. ബാക്ക് സൈഡ് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ട് നൈസ് ചില്ലായിട്ട് പോകാം. കൂളാണ്. മറ്റേ ഹെബ്ബാൾ റോഡാണെങ്കിൽ നമ്മൾ സ്ഥിരം പോയി അതും കുഴപ്പമില്ല. ഈ റോഡാണെങ്കിൽ അത്യാവശ്യം ഉറക്കം വരത്തില്ല. കാരണം ഇത് നമ്മളെ ഇടയ്ക്ക് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗേസ് ദേ ഒരു ബ്ലൂ സ്മാർട്ടിൻ്റെ സിട്രോൺ ഉള്ളല്ലോ. അപ്പം നമ്മളെന്താണെങ്കിലും ഓൺ ദ വെയിലോട്ടോ ഗേസ്. പിന്നില്ലേ, ഞാനിങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് വരും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരു വൈബിലെടുക്കുക. സംഭവം ഞാനിന്ന് രാവിലെ എടുത്ത വീഡിയോകളൊക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണുമായിരുന്നു. അതിൽ ഞാൻ ബ്ലൂ സ്മാർട്ടിൻ്റെ ഹെഡ് ഓഫീസ് അശോക് നഗർ ഉണ്ടെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ മാറിപ്പോയിട്ട് MG റോഡിൻ്റെ ഹെഡ് ഓഫീസ് അശോക് നഗർ എന്നായിപ്പോയി. അങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങളൊക്കെ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരും ഗൈസ്. ഓ ഗൈസ് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ പെട്ടെന്ന് ചെറിയ റോഡായില്ലേ. ഇതിപ്പോൾ രാത്രിയിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ടാറ്റയുടെ കാറിലൊക്കെ ആണെങ്കിൽ മന്ദം ചെറിയ ലൈറ്റേ ഉള്ളൂ, മിന്നാമിന്നി ലൈറ്റ്. അതും വെച്ചുകൊണ്ട് രാത്രിയിൽ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിൽ ഒരു ലൈറ്റേ ഉള്ളെങ്കിൽ പിന്നെ പറയണ്ട ലൈറ്റ്. അങ്ങനെ അതിന് നല്ല വെട്ടക്കുറവാണ് ഗൈസ് ചില വണ്ടിക്കൊക്കെ. MGക്കാണെങ്കിൽ നല്ല പിടപ്പ് വെട്ടമാണ്. MGക്ക് അത്യാവശ്യം. പിന്നെ പോയിട്ട് ടാറ്റയ്ക്കാണെങ്കിൽ കുറവ് വെട്ടം. പിന്നെ സിട്രോണിന് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഭയങ്കര രാത്രി. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഓടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നൈറ്റ് ഷിഫ്റ്റ് ഓടുന്നവർക്കാണെങ്കിൽ ബാംഗ്ലൂരിലെ ഓരോ കുഴികളും അവർക്ക് കാണാതറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഡേ ഷിഫ്റ്റുകാർ രാത്രി വണ്ടി ഓടിക്കുമ്പോഴാണ് ഇടങ്ങാറ്.
നൈറ്റ് ഓടിക്കുന്നവർക്ക് നാക്ക വഴിയൊക്കെ അവർക്ക് കറക്റ്റ് അറിയാം. ഡെയിലി നമ്മൾ മാപ്പ് നോക്കി ട്രാഫിക്കിലൂടെ പോകുമ്പോൾ നമുക്ക് വഴി പഠിക്കാൻ പാടാം. പക്ഷേ നൈറ്റ് എനിക്ക് തോന്നുന്നു വഴി പഠിക്കാൻ ഒന്നും കൂടെ എളുപ്പമാണ്. ഈ ട്രാഫിക്കിൽ കിടന്ന് ഓക്കെ സാറേ അതാ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ട് എത്തി നമ്മളിവിടെ ടെർമിനൽ വണ്ണിലെത്തിയപ്പോൾ ഇതാ ഇവിടെ നോക്കുക ഗൈസ്, നല്ല മഴക്കാറുണ്ട്. സംഭവം ഞാനിന്ന് വന്നപ്പോൾ ഏതായാലും ആ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ആ വണ്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിനി എന്താണെങ്കിലും അതിപ്പോൾ പോകും കേട്ടോ. ബാക്കി രക്ഷപ്പെട്ട്. സാധാരണ നമ്മൾ ഒത്തിരി ക്യൂ നിൽക്കുന്നത്. പിന്നെ പോയിട്ട് ഇന്ന് MG എടുത്തിട്ട് ഇങ്ങോട്ട് റീബാലൻസിങ് റൈഡ് ഗേസ് വന്നത്. അത് കാരണം നമുക്ക് ഒത്തിരി ഏൺ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഇന്ന് MG എടുത്തിട്ട് ഒരു 10,000 രൂപ പോലും ആക്കാൻ പറ്റില്ല. സംഭവം അവിടെ കയറ്റിയെടുത്ത ഗേസ്. ആ പാസഞ്ചർ പ്രീമിയം ആണോ എന്തോ. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന പാസഞ്ചർ വരുന്നവരെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഗേസ്. പിന്നെ ആണെങ്കിൽ സാധാരണ നമ്മൾ അങ്ങ് അവിടെ വരെ ക്യൂ നിൽക്കുന്നത് കേട്ടോ. പിന്നെ പോയിട്ട് ഗേസ് ഞാൻ MG എടുക്കുമ്പോൾ മാത്രം എനിക്ക് അധികം ഏൺ ചെയ്യാം. ഞാൻ എപ്പോൾ MG എടുത്താലും ഒരു 3500 4000 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. സാധാരണ MG എടുക്കുന്ന ഒരു 5000 6000 ഒക്കെ എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് MG ഷാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഗേസ്. MG എടുത്തു കഴിഞ്ഞാൽ ഓട്ടം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇനി പാസഞ്ചറെ എടുത്തിട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹബ്ബിലെത്തിയിട്ടുണ്ട് ഗേസ്. ഹബ്ബിൽ നമ്മൾ വണ്ടി ഫാസ്റ്റ് ചാർജിലാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടയേർഡായി ഗേസ്. ഇന്ന് പറഞ്ഞോളൂ, ഇന്ന് ടയേർഡായി.